PSC ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കുന്നത്. ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 സെൻറ്റിമീറ്റർ ആണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതായത് ഒരു ചക്രം, ഈ ചക്രം ഇങ്ങനെ 1000 പ്രാവശ്യം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ കറങ്ങി 1000 പ്രാവശ്യം എത്തുമ്പോൾ ഇത് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇവിടെ എത്ര തവണ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ആ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എത്ര തവണ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, അത് ഈക്വൽ ടു ഡി. ഇത് സഞ്ചരിച്ച ദൂരം നമുക്കിതാണ് കാണേണ്ടത്. അതേ ഡിവൈഡഡ് ബൈ 2πr ആണ്. അതായത് ഈ ചക്രത്തിൻ്റെ എന്താ പറയുക ചുറ്റളവ്, അതാണ് ഈ 2πr എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡി ആണ് കാണേണ്ടത്. ഡി ഈക്വൽ ടു ഈ നമ്പർ ഇൻറ്റു 2πr ആണ്. ഇത് എത്ര പ്രാവശ്യം കറങ്ങി എന്നുള്ളതാണ്. അതെത്രയാണ്? 1000 തവണ കറങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനി 2 ഇൻറ്റു പൈ. പൈയിന് നമുക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? ഒന്നല്ലെങ്കിൽ 3.14 എന്ന് കൊടുക്കാം നമ്മൾ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? 22/7 എന്ന് കൊടുക്കാം. ഞാനിവിടെ 22/7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ചോദ്യത്തിലൊക്കെ 77 എന്നൊക്കെ ഉണ്ട്. അപ്പോൾ 7 കൊണ്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. ഇനി ഇൻറ്റു ആർ. ഇവിടെ വ്യാസമാണ് നമുക്ക് തന്നിട്ടുള്ളത്. വ്യാസം എന്ന് പറയുന്നത് എന്താണ്? ആരത്തിൻ്റെ മടങ്ങാണ്. ആരത്തിൻ്റെ 2 മടങ്ങാണ്. അതാണ് 77 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 77/2, അതായത് 35 ആയിരിക്കും. ഞാനിവിടെ എന്തെന്നെ കൊടുത്തു? 77/2 എന്ന് കൊടുത്തു. ക്യാൻസൽ ചെയ്യാൻ പറ്റാവുന്നത് കൊണ്ട്. അപ്പോൾ നമ്മളിവിടെ രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ. 7ഉം 77ഉം ക്യാൻസൽ ചെയ്യാം. എത്ര വരും? 11 എന്ന് വരും. അപ്പോൾ ഇവിടെ 22 ഇൻറ്റു 11 ചെയ്യുമ്പോൾ എന്ത് വരും? 22 ഇൻറ്റു 11 ചെയ്യുമ്പോൾ 242. പിന്നെ ഇവിടെ ഇൻറ്റു 1000. അപ്പോൾ എന്ത് വന്നു? 2,42,000 എന്ന് പറഞ്ഞു. ഇതൊന്നും ഉത്തരത്തിലില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ സെൻറ്റിമീറ്റർ ആയിരുന്നു. ഉത്തരം നമുക്ക് കാണേണ്ടത് മീറ്ററിലാണ്. ഇതപ്പോൾ എന്താണ്? സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഇതിനെ മീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. കാരണം 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2420 മീറ്റർ എന്ന് വരും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ എ 2420 മീറ്റർ.